2024 ഫെബ്രുവരി മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ തലവര മാറ്റിയ വർഷവും മാസവുമായിരുന്നു അത്. മലയാള സിനിമയെ സംബന്ധിച്ച് തുടർ പരാജയങ്ങൾ, റിവ്യൂ ബോംബിംഗ് തുടങ്ങി പ്രതിസന്ധികൾ ഏറെ നിറഞ്ഞ വർഷങ്ങളായിരുന്നു 2022-23 ഇതിന് സമാനമായ തുടക്കം തന്നെയായിരുന്നു 2024-ലും. പ്രേക്ഷക പ്രീതി നേടിയ ആനന്ദ് ഏകർഷിയുടെ ആട്ടമൊഴികെ ജനുവരിയിൽ റിലീസ് ചെയ്ത 16ഓളം സിനിമകളും പരാജയമായിരുന്നു. അതിൽ വമ്പൻ ഹൈപ്പിലെത്തി വൻ പരാജയമായി മാറിയ മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബനും ഉൾപ്പെടുന്നു. ആകെ ഹിറ്റ് എന്ന് പറയാൻ കഴിയുന്ന ഏക സിനിമ മിഥുൻ മാനുവൽ ജയറാം കൂട്ടുകെട്ടിലെത്തിയ എബ്രഹാം ഓസ്റ്റർ മാത്രം. എന്നാൽ ഫെബ്രുവരിയിൽ കഥ ആകെ മാറി. കഥ മാറ്റിയത് ഏറ്റവും ലോ ഹൈപ്പിലെത്തിയ സൂപ്പർ താരങ്ങൾ ആരുമില്ലാത്ത ഒരു കൊച്ചു ചിത്രം. അതായിരുന്നു പ്രേമലു. 2024 ഫെബ്രുവരി 9 ഗിരീഷ് ഏടി ചിത്രം പ്രേമലു തിയേറ്ററുകളിലേക്ക് എത്തിയത്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ എന്നീ ഹിറ്റ് സിനിമകൾക്ക് ശേഷം ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിലെത്തിയ മൂന്നാമത്തെ ചിത്രം. മുൻ സിനിമകളിൽ നിന്നും വ്യത്യാസമില്ലാതെ തന്റെ സ്ഥിരം താരങ്ങൾ തന്നെയായിരുന്നു പ്രേമലുവിലും പ്രത്യക്ഷപ്പെട്ടത്. നെസ്ലൻ, മാത്യൂസ്, മമിത ബൈജു. ഇവരെ കൂടാതെ ശ്യാം മോഹൻ, മീനാക്ഷി രവീന്ദ്രൻ, അഖില ഭാർഗവൻ, അൽത്താഫ് സലീം, സംഗീത് പ്രതാപ് എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഒട്ടും ഹൈപ്പില്ലാതെയായിരുന്നു പ്രേമലു തിയേറ്ററുകളിലെത്തിയത്. ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ചിത്രം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സൂപ്പർ ഹിറ്റായി മാറുകയായിരുന്നു. സച്ചിന്റെയും റീനുവിന്റെയും പ്രണയം പറഞ്ഞ സിനിമയ്ക്ക് അത്രത്തോളം സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. ഒപ്പം സംഗീത് പ്രതാപ് അവതരിപ്പിച്ച അമൽ ഡേവിസും ശ്യാം മോഹൻ അവതരിപ്പിച്ച ആദിയും സിനിമയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഒരു തരത്തിൽ പ്രേമലു എന്ന മലയാള സിനിമ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ മാറ്റം കൊണ്ടുവന്ന ഒരു ചിത്രമാണെന്ന് പറയാൻ സാധിക്കും. എങ്ങനെയാവണം ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്നതിന് ഉത്തമ ഉദാഹരണം. ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്നാൽ ഭീമൻ ബഡ്ജറ്റും വെടിയും പുകയും പൊടിയും മെഷീൻ ഗണ്ണും ഗ്യാങ്സ്റ്റേഴ്സുമാണെന്ന് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരുന്ന സിനിമക്കാർക്കുള്ള ഒരു പാഠമായിരുന്നു പ്രേമലു. ഒരേ സമയം ഒരു മലയാള സിനിമയായും അതേസമയം തന്നെ ഒരു തെലുങ്ക് സിനിമയായും പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു പ്രേമലു എന്ന സിനിമ സംവിധായകൻ ഡിസൈൻ ചെയ്തത്. സിനിമയുടെ ടൈറ്റിലിൽ തന്നെ അത് പ്രകടവുമാണ്. സംവിധായകൻ എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായി വർക്കൗട്ടായി എന്നതാണ് പ്രേമലുവിന്റെ വിജയത്തിന്റെ കാതൽ. തെലുങ്ക് സിനിമാ പ്രേമികൾ അവരുടെ സ്വന്തം സിനിമ പോലെ പ്രേമലുവിനെ ചേർത്ത് പിടിച്ചു. ഇതുവരെ ഇറങ്ങിയ ഒരു തെലുങ്ക് സിനിമയിൽ പോലും ഇത്രയും മനോഹരമായി തെലുങ്കാനയുടെ സൗന്ദര്യം പകർത്തിയിട്ടില്ല എന്നായിരുന്നു സിനിമ കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകൻ അന്ന് പ്രതികരിച്ചത്. എന്നാൽ ഈ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല പ്രേമലു എന്ന സിനിമ ഇത്രത്തോളം വിജയം നേടിയത്. മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തേത് സിനിമ കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ കഥയിലേക്ക് ഇഴുകിച്ചേർത്ത സംഗീതമാണ്. വിഷ്ണു വിജയ് ഒരുക്കിയ ഗാനങ്ങളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പ്രേമലുവിനെ വേറിട്ട് നിർത്തി. മറ്റൊന്ന് ചിത്രത്തിന്റെ ഛായാഗ്രഹണമാണ്. സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കളർഫുൾ ഫ്രെയിംസ് ഒരുക്കിയ അജ്മൽ സാബുവിന്റെ ക്യാമറ വർക്കും ചിത്രത്തിന് മാറ്റുകൂട്ടി. 3 കോടി രൂപ മുതൽ മുടക്കിലായിരുന്നു പ്രേമലു നിർമ്മിച്ചത്. എന്നാൽ തിയേറ്റർ വിട്ടതാകട്ടെ 45 മടങ്ങിലേറെ കളക്ട് ചെയ്തുകൊണ്ട്. ബോക്സ് ഓഫീസിൽ 1000 കോടിയിലേറെ കളക്ട് ചെയ്ത പാൻ ഇന്ത്യൻ ചിത്രങ്ങളെക്കാൾ 2024 രാജ്യത്ത് ഏറ്റവും അധികം ലാഭം ചെയ്തത് മലയാള ചിത്രമായ പ്രേമലു ആണ്. പുഷ്പ 2, ദ റൂൾ, കൽക്കി, സ്ത്രീ 2 എന്നീ 3 ചിത്രങ്ങളാണ് 1000 കോടി ക്ലബിൽ കയറിയതെങ്കിലും ലാഭമേറിയ ചിത്രം എന്ന നേട്ടം പ്രേമലു എന്ന കൊച്ചു ചിത്രത്തിന് അവകാശപ്പെട്ടതാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 136 കോടി രൂപയാണ് പ്രേമലു ആകെ വാരിക്കൂട്ടിയത്. അതായത് 45 മടങ്ങ് ലാഭം. ഇത് 2024 ഒരു പാൻ ഇന്ത്യൻ ചിത്രത്തിനും അവകാശപ്പെടാനില്ലാത്തതും ഒപ്പം എക്കാലത്തെയും ഉയർന്ന വരുമാനവുമാണ്. ഇപ്പോഴിതാ പ്രേമലു റിലീസ് ചെയ്ത് 1 വർഷം പിന്നിടുന്നതിന്റെ പശ്ചാത്തലത്തിൽ ചിത്രം റിലീസ് ചെയ്യുകയാണ് അണിയറ പ്രവർത്തകർ. 2025 ഫെബ്രുവരി 9 മുതൽ ബാംഗ്ലൂർ, ചെന്നൈ, കേരളം എന്നിവിടങ്ങളിലെ PVR സ്ക്രീനുകളിലാണ് ചിത്രത്തിന്റെ സ്പെഷ്യൽ സ്ക്രീനിംഗ്. 14 തിയേറ്ററുകളിലാണ് പ്രദർശനം. നിലവിൽ ചിത്രത്തിന്റെ 2ാം ഭാഗം അണിയറയിൽ ഒരുങ്ങുകയാണ്. ജൂൺ പകുതിയോടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് നിർമ്മാതാക്കളിൽ ഒരാളായ ദിലീഷ് പോത്തൻ നേരത്തെ പറഞ്ഞിരുന്നു. പ്രേമലുവിന്റെ സക്സസ് സെലിബ്രേഷൻ ഇടെയായിരുന്നു 2ാം ഭാഗത്തിന്റെ പ്രഖ്യാപനം. പ്രേമലു 2വിന്റെ പോസ്റ്ററും അണിയർ പ്രവർത്തകർ അന്ന് പുറത്തുവിട്ടിരുന്നു. 2025 അവസാനത്തോടെ പ്രേമലു 2 റിലീസ് ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. പ്രേമലു 2 ആദ്യ ഭാഗത്തേക്കാൾ കുറച്ചുകൂടി വലിയ ക്യാൻവാസിലുള്ള ഒരു പടമാണെന്നാണ് ദിലീഷ് പോത്തൻ പറയുന്നത്. ജൂണിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും ഈ വർഷം അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല ആദ്യ ഭാഗത്തിലെ എല്ലാ കഥാപാത്രങ്ങളും 2ാം ഭാഗത്തിലും ഉണ്ടാകുമെന്നും ദിലീഷ് പോത്തൻ പറഞ്ഞിരുന്നു. ചില സിനിമകൾ ഇങ്ങനെയാണ്. കാലം എത്ര കടന്നാലും ആ കഥയും കഥാപാത്രങ്ങളും നമ്മുടെ ആരൊക്കെയാണെന്നും
നമുക്ക് ചുറ്റും പലപ്പോഴും അവരുണ്ടാകുമെന്നും ചിലപ്പോൾ നമ്മൾ തന്നെയാണോ അവരെന്ന് ചിന്തിച്ചു പോവുകയും ചെയ്യും. അത്തരം ചില കഥാപാത്രങ്ങളായിരുന്നു പ്രേമലുവിലെ സച്ചിനും അമൽ ഡേവിസും റീനുവും ആദിയുമൊക്കെ. ചുരുക്കി പറഞ്ഞാൽ എത്ര തവണ കണ്ടാലും ആദ്യമായി കാണുന്ന ഫീൽ നൽകാൻ കഴിയുന്ന ഒരു മനോഹര ചിത്രമാണ് പ്രേമലു എന്ന് നിസ്സംശയം പറയാം.